മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവനെയാണ് ആദ്യം കാണിക്കുന്ന വക്കീലിനെ കാത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേനും വക്കീൽ വരും. എന്തായി കൊച്ചിനെ പോയി കണ്ടോ എന്ന് ചോദിക്കും. ആ കണ്ടു. എന്താ അവൻ്റെ അവസ്ഥ? വളരെ മോശമാണ്. എല്ലാവരും വീട്ടിലേക്ക് പോയല്ലോ. അവനാണെങ്കിൽ ഭയങ്കര വിഷമം. എന്നോടൊന്നും പറഞ്ഞില്ല എന്നുള്ളൂ. ഇത്തവണയെങ്കിലും ജാമ്യം കിട്ടുമെന്ന് ചോദിക്കും. വാ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. ഇല്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് ഞാൻ എൻ്റെ കാറിൽ വരാം. അതെന്താടോ എന്ന് ചോദിക്കും. എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം. അതെന്തായെന്ന് ചോദിക്കും. വീട്ടിലെ കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ഭാര്യയുടെ ആൾക്കാരാണ്. ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും പറയും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ. വെറുതെ എന്നെ എന്തിനു മെനക്കെടുത്താൽ ഇങ്ങോട്ട് വരുത്തിച്ചേ. അത് ഓഫീസിലിരുന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ സ്റ്റാഫുകൾക്ക് പോലും, അതായത് സ്റ്റാഫുകൾക്ക് പോലും ചെവി എന്താ കൂർത്തിരിക്കും. നമ്മളെപ്പോഴാണ് ചതിക്കണേന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ന് പറയും. ഇത്തവണയെങ്കിലും എൻ്റെ മോന് ജാമ്യം കിട്ടുമോ? കിട്ടേണ്ടതാണ്. പിന്നെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരായിട്ട് സംസാരിച്ചോ? ആ കുട്ടിയുടെ അച്ഛൻ എന്ത് പറയണേ? കണ്ടിട്ട് മനുഷ്യൻ കണ്ണി ചോരുള്ള പോലെ ഉണ്ട്. അയാളുടെ പോലത്തെ ഒരു അച്ഛനല്ലേ ഞാനും. എൻ്റെ വിഷമം അയാൾ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. പിന്നീട് ഞാൻ വിളിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും വിളിച്ചിട്ട് ആൾക്ക് ഇഷ്ടക്കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരാ പോക്സോ ഒഴിവാക്കിയ നിങ്ങളുടെ മോന് ജാമ്യം മേടിക്കാൻ തരുന്ന കാര്യം ഞാൻ ഏറ്റു. അതിലൊരു സംശയമില്ല. ഇത്തവണ അവന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വക്കീൽ പണി ഊരി വയ്ക്കുന്നവർ വക്കീൽ കോട്ട്. പറയും നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ പണി അറിയുമോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ അയാൾ ആകെ ഇങ്ങനെ ചമ്മി നിൽക്കും. ശരി, ഞാൻ പോകണമെന്ന് പറയും. ആ സമയത്ത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ വരുന്നത്. കാറിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ വലിച്ചാന്ന് വിളിച്ച് മനു കൊണ്ട് ചെല്ലും. നീ എങ്ങനെ അറിഞ്ഞടാ ഞാനാണെന്ന്? അത് വലിച്ചൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഉദ്ദേശം വെച്ചിട്ട് ഞാനിവിടെ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. പിന്നെ കാറ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി അത് വലിച്ചൻ തന്നെയാണെന്ന്. ആ ശരി, ശിവനുണ്ടാകത്ത് ഇല്ല, അച്ഛൻ വക്കീലിനെ കാണാൻ പോയേക്കിടുന്ന് പറഞ്ഞ്. എന്തായി അവൻ്റെ കാര്യം? ഒന്നും ആയിട്ടില്ല, ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കാനിരിക്കുന്ന മേശമേ. അപ്പം രഞ്ജുന് ചായ കൊണ്ടുവരുന്ന നീ ഏറ്റെടുത്തടക്കള വരണം എന്ന് ചോദിക്കും. അത് പിന്നെ ശിവേട്ട അല്ല സോറി ഗംഗേട്ട, എനിക്ക് തീരെ വയ്യാന്ന് കമല പറയുന്നത്. തണ്ടൽ വേദനയും നടുവേദനയും, എഴുന്നേൽക്കുമ്പോൾ കാലിലൊക്കെ ഒരു പെരുവെരുപ്പും ഭയങ്കര വേദന എന്ന് പറയും. അപ്പോൾ രഞ്ജു പറയും അതെ അതെ, വൈജാൻറ്റി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെയെന്ന് പറയും. പൂടി അവിടെ നിന്ന് ചോദിക്കും. അല്ലേ മനു ഏട്ടാന്ന് ചോദിക്കും. എനിക്കറിയില്ല എന്ന് പറയും. മനു കൈ ഒഴിയും. അപ്പോൾ വൈജി എന്തേന്ന് ചോദിക്കും. അത്യാവശ്യമായിട്ട് കോളിലിടുന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ശരി അങ്ങനെ പറയും. എന്നിട്ട് പിന്നെ അപ്പോൾ ശിവൻ്റെ കാര്യം പറയുമ്പോൾ ശിവേട്ടൻ ജാമ്യത്തിൻ്റെ കാര്യത്തിന് പോയേക്കണം. ഇവർക്ക് ആർക്കും എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല ശിവേട്ട, അല്ല ഗംഗേട്ട. ഞാനൊന്ന് വച്ചെടുത്താൽ ഒന്ന് വക്കീലിൻ്റെ അടുത്തേക്ക് പോവാം. എൻ്റെ മോൻ നിനക്ക് പോയിരുന്നില്ലേ നിൻ്റെ മോനൊന്ന് കാണാനറിയും? എനിക്ക് അവനെ കാണാൻ പറ്റില്ല ആ കാഴ്ച, അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് പറയും. വെറുതെ പറയുന്നതാണ് വലിച്ച. ഞങ്ങൾ എത്ര തവണ വിളിച്ചിരുന്ന മനഃപൂർവ്വം വരാണ്ടാണ്. പിന്നെ അമ്മയുടെ വിചാരം ഇപ്പോഴും മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. അതെ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുപോലുള്ളവരൊക്കെ ജാമ്യത്തിലിറങ്ങി സുഖിച്ച് നടക്കണമെന്ന് പറയും. അപ്പോൾ പറയും അതെ, നിങ്ങളുടെ മോൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന സഹപാഠിയിൽ നിന്ന് പേനയും പെൻസിലും മോഷ്ടിച്ചിട്ടല്ല ജയിലിൽ ചെന്ന് കിടക്കണമെന്നും മിണ്ടാണ്ട് നിൽക്കാമേന്ന് പറയും. അങ്ങനെ ദേഷ്യം വരണം. ആ സമയത്ത് മനു വിളിക്കുന്നുണ്ട് അച്ഛനെ. അച്ഛനെവിടെയാന്ന് ചോദിക്കും. വക്കീലിനെ കാണാനൊക്കെ ഇരുന്ന് എന്താടാന്ന് പറയും. വെല്ലിച്ചൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. എന്താ പെട്ടെന്ന്? അറിയില്ല, എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛനത് കഴിഞ്ഞെങ്കിൽ വാന്ന് പറയും. ഞാൻ ദേ വരണമെന്ന് പറയും. അതിന് ശേഷം പിന്നെ വൈജയന്തി വരും. വൈജയന്തി വരുമ്പോൾ എന്താ എന്താ ഗംഗേട്ടൻ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? ഇതെന്തൊരു പാടാണ്? എൻ്റെ വീട്ടിലേക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നൂടെ? എനിക്ക് വരുന്നത് തോന്നി ഞാൻ കാറെടുത്ത് വന്നു. ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടൻ അങ്ങനെ പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്ന ആളല്ലല്ലോ, ഓർക്കപ്പുറത്ത് വരുന്ന ആളല്ല, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. അത് സ്വാഭാവികം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. എന്ത് എന്ന് ചോദിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് ബാലചന്ദ്രൻ്റെ മകളുണ്ടാവുള്ളൂന്ന്, ആ കള്ളപ്പം ഇവിടെ പൊളിഞ്ഞുവിട്ടാന്ന് പറയും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൊരു പങ്കുണ്ടെന്ന് പറയും. ആൻറ്റി ഇങ്ങനെ കാടടച്ച് വെടിവെക്കല്ലേ എന്ന് പറയും. മനു ചാടി എഴുന്നേറ്റ് വരും. നീ മിണ്ടരുത്, നിന്നോടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഗംഗേട്ടനോടാണ്. നീയൊക്കെ ആരെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പോഴത്തേനും കമല വന്ന് പറയും. നിന്നോട് ആര് പറഞ്ഞടാ അവർ സംസാരിക്കുന്നിടത്ത് ചെന്ന് നിൽക്കാൻ? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് എന്താന്ന് പറയും. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും. മനു പോകും. മനു പോകല്ലേ എന്ന് പറയും വെല്ലിച്ചൻ. ഇല്ല അങ്ങളെ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മനു പോകും. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കണ്. ഗംഗാധരൻ മിണ്ടണില്ല. നിൻ്റെ മക്കൾക്ക് നീ ഇവിടെ നിൽക്കണില്ല ഒരു വിഷമമില്ലേന്ന് ചോദിക്കും. അവർക്ക് എന്ത് വിഷമം? അവർക്ക് ഞാൻ വേണമെന്നില്ല. അവർക്ക് മറ്റോളും ബാലചന്ദ്രനും മതി. ഇപ്പം തന്നെ അവളും ആ പിള്ളേരും കൂടെ നാട് തണ്ടാൻ നടക്കണമല്ലോ. എൻ്റെ വീട്ടിൽ പോയി തെണ്ടി തിന്ന് തുടങ്ങി. അതിന് അനുവദിക്കുന്ന അച്ഛനാണ് അവർക്ക് പ്രധാനം. ഞാൻ ആരുമല്ല എന്ന് പറയും. നിൻ്റെ മക്കൾ അലീനനെ അത്രയും അതായത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ലേടി അറിയേണ്ടത് എന്ന് പറയും. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടായി ശരിയായിണ്ടായാലും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്കല്ലായിരുന്നു എന്നെ അച്ചടക്കം പഠിപ്പിച്ച് അവിടെ കൊണ്ടാക്കാൻ. ഇപ്പം എന്താ ഈ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കും.
അങ്ങനെ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണമാണ് ഗംഗാധരൻ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ മുത്തശ്ശി നീ വന്നെന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ ഒച്ച കേട്ടപ്പോഴെന്ന് പറയും. അമ്മയ്ക്ക് സുഖമല്ലേന്ന് ചോദിക്കും. ശിവൻ ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതെന്താ അങ്ങനെ? ശിവനില്ലെങ്കിലോ? ശിവനില്ലെങ്കിൽ പിന്നെ കമലയുടെ ഭരണമല്ലേ, പിന്നെ ഒരു രക്ഷയില്ല. ശിവനിപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, വേണ്ടിയെന്ന് അവൾക്കൊന്ന് കൊടുക്കാനുള്ള ധൈര്യമൊക്കെ ആയി. ഇപ്പം അവൾ അടക്കി നിർത്തുന്നൊക്കെ ഉണ്ട്. അതെന്താ അങ്ങനെ? അതേത് പാമ്പും തിരിഞ്ഞ് കടിക്കൂലേടാ ഗതി കെടുമ്പോൾ. അത് സംഭവിച്ചേന്ന് പറയും. അത് പോട്ടെ, നീ എന്താ പെട്ടെന്ന് നിൻ്റെ മുന്നറിയിപ്പില്ലാണ്ട് വന്നത് മോനേന്ന് ചോദിക്കും. എൻ്റെ അമ്മനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തും. അപ്പോൾ പറയും, അമ്മേ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിരുന്നു. എന്തിന് ചോദിക്കും. അത് പറയാണ്ടിരിക്കാനാണ് ഭേദം. നിൻ്റെ വീട്ടിലേക്കാണോ ചോദിക്കും. അല്ല, എൻ്റെ വീട്ടിലേക്കല്ല. അല്ല, അവൻ വന്നത് റെസ്റ്റോറൻറ്റിലേക്ക് ഇരുന്ന് പറയും. നീ എന്തിനാ അവൻ വിളിക്കുന്നിടത്തേക്കൊക്കെ പോകണതെന്ന് ചോദിക്കും. പോകാതെ തരില്ല അമ്മേ, അവൻ വന്നതേ എന്തിനാണെന്നറിയോ? എന്തിനാന്ന് ചോദിക്കും. അലീനയുടെ കാര്യം സംസാരിക്കാൻ. അലീന കടപ്പാട്ടൂരിന്ന് പോകുകയല്ലേ, അതിനെക്കുറിച്ച് പറയാൻ. അവൾ പോകണമെന്ന് പറഞ്ഞു മോനെ. അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം കുട്ടികളെയും കൊണ്ട്. അവൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. അവളെ ആ കുട്ടികളെ നന്നായി മെതിക്ക് ചിറകിൻ്റെ കീഴിലാണ് കൊണ്ട് നടക്കുന്നത്. ഇവിടത്തെ നശിച്ചൊരുത്തില്ലേ, അവൾ കാരണമാണ് അത് പോണത്. അത് പറഞ്ഞു ഇനി നിൽക്കണില്ല എന്ന് പറയും. അതിന് തന്നെയാണ് അവൻ വന്നത്. അത് നിൻ്റെ എഴുതിക്കൊണ്ട് എന്താ കാര്യമാണെന്ന് പറയും. എൻ്റെ അടുത്തേക്ക് വന്നതേ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആളന്വേഷിച്ച് വന്നാണെന്ന് പറയും. എൻ്റെ കീഴെ ജോലി ചെയ്തിരുന്നില്ലേ സ്റ്റാലിനോ? അതിന് അയാളെന്തിനാ അയാളുടെ അടുത്തേക്ക് എന്തിനാ അലീനനെ എന്ന് പറയുള്ളൂ. അപ്പോഴത്തേനും മുഴിപ്പിക്കില്ല. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവും. അയാളാണല്ലോ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാൻ പോണു മോളെ എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ആകെ പേടിക്കും. അതെന്തിനാ അയാളെ ഏൽപ്പിക്കണേന്ന് ചോദിക്കും. നീ എന്തിനാ അവൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത മോനെ? അതിപ്പോൾ ഭയങ്കര കഷ്ടമായല്ലോ, ചെയ്യരുതായിരുന്നു. എൻ്റെ അമ്മയെ ഞാനത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ല, അവൻ ഇവിടെ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവളുടെ ചരിത്രം മുഴുവൻ എണ്ണും. പിന്നെ നമ്മ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതും ശരിയെന്ന് പറയും. അമ്മയ്ക്ക് അറിയില്ല, അവൻ എന്നെ പറയുന്ന വർത്താനം കേട്ടാലേ സഹിക്കില്ല എന്ന് പറയും. നിന്നെ വഴക്ക് പറയോ? വഴക്ക് പറഞ്ഞാൽ എത്ര ഭേദമുണ്ട് അമ്മേ, ഇത് തൊലി ഉരിയണ പോലെയല്ലേ പറയണേന്ന് പറയും. ചിലപ്പോൾ തോന്നും എല്ലാം അങ്ങോട്ട് അവളോട് വിളിച്ച് പറയാമെന്ന്. എന്നിട്ട് അവൾ അഹങ്കാരം അങ്ങോട്ട് കുറയ്ക്കാമെന്ന് തോന്നും. വേണ്ട മോനെ, നീ ആയിട്ട് അത് ചെയ്യണ്ട. കാരണം അവൾക്ക് പിന്നെ അവൾ ജയിച്ചിരിക്കുമോ? അവളുടെ മക്കളുടെ മുന്നിലും ബാലേന്ദ്രൻ്റെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലൊക്കെ അവൾ അപമാനിതരാവില്ലേ? എൻ്റെ അമ്മേ, അതൊക്കെ പോട്ടെ. ഈ സ്റ്റാലിൻ്റെ അടുത്തേക്ക് അലീനനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ സ്റ്റാലിനെ ബാലചന്ദ്രൻ കണ്ടെത്തും. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അലീന അയാളുടെ മകളാണെന്ന് അറിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുമോ? അയാൾ വൈദ്യനെ അന്വേഷിച്ച് ഇവിടെ വന്നതല്ലേ. നമ്മളല്ലേ അയാളെ വൈദ്യക്ക് കാണിച്ചു കൊടുക്കാണ്ട് തടഞ്ഞു നിർത്തിയത്. അയാൾ പ്രതികാരം വീട്ടില്ലേ? അയാൾ കേസിനും കൂട്ടത്തിനും പോവില്ലേ? അലീന സ്വന്തം മോളാണെന്ന് അറിഞ്ഞാൽ അയാൾ എന്തൊക്കെ ചെയ്യാൻ പോണേ? പഴയ വൈരാഗ്യം അയാൾക്ക് നമ്മളോടുണ്ട്. അതൊക്കെ അയാൾ തീർക്കില്ലേ? ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. നമ്മളെവിടേക്ക് പോകണേ, എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. ഇതിനെല്ലാം ആകെ ഒരു പോംവഴിയുള്ളൂ, വൈജ എന്ന് പറയും. അവൾ കടപ്പാട്ടിലേക്ക് തിരിച്ചു പോകും. അവൾ പോയിട്ട് കണ്ടു മോനെ. ഇന്നും കൂടെ ഞാൻ അവളോട് പറഞ്ഞതാണ്, അവൾ പോകില്ല എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനുവിനെയും വെല്ലിച്ചേനെയും രണ്ടുപേരും കൂടെ സംസാരിക്കണേ. അപ്പോൾ ബാലചന്ദ്രൻ്റെ മോളല്ല അലീനാന്ന് ഇവിടെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവരുടെ മനോഭാവം എന്ന് ചോദിക്കുന്നു വെല്ലിച്ചൻ. എന്ത് മനോഭാവം വെല്ലിച്ച, അതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കാനാണ് ഭേദം എന്ന് പറയും. ഇപ്പം വെളിച്ചം കണ്ടില്ലേ, അതിൻ്റെ 100 മടങ്ങായിരുന്നു. ഞാനും അച്ഛനെന്തോ ഒളിപ്പിച്ച് വെച്ചു എന്നും പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഞങ്ങളെ പൊരിച്ചു എന്ന് പറയും. അപ്പോഴത്തേനും ശിവൻ വരും. ശിവൻ വന്ന വഴിക്ക് തന്നെ ഗംഗേട്ടൻ പറയുന്നു, ഞാനേ വെറുതെ വന്നതാണ്, ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി കാറെടുത്ത് പോന്നു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഗംഗേട്ടാന്ന് പറയും. അല്ല, ഇപ്പം 3-4 പേരായി ചോദിക്കുന്നത്, അതുകൊണ്ട് നീ ആയിട്ട് ചോദിക്കേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാന്ന് പറയും. അതുപോട്ടെ, ഗംഗേട്ടൻ എന്താ എത്ര പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച കാര്യം അയാൾ പറയുന്നു, ആകെ പ്രശ്നമാണെന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. അതേ ബാലചന്ദ്രൻ വന്നിരുന്നു പഴയ സ്റ്റാലിനെ അന്വേഷിച്ച്. അതെന്തിനാന്ന് ചോദിക്കും. അതാണ് പറഞ്ഞത്, അലീനനെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോണ്, സ്വന്തം അച്ഛൻ്റെ അടുത്ത് മകളെ ഏൽപ്പിക്കാൻ പോണ അയാളെന്ന് പറയും. അതിപ്പോൾ ആകെ പ്രശ്നമാകുമോ? ഗംഗേട്ടൻ പറഞ്ഞത് നോക്കുമ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ ആകെ പ്രശ്നത്തിലേക്കാണ് പോണത്. 99% സത്യം അതാണെന്ന് പറയും. ഇനി ഇതിനെന്തായാലും മാർഗം, ഞാൻ നോക്കിയിട്ട് ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. അലീന കടപ്പാട്ടൂർ തന്നെ നിൽക്കണം, വൈജയന്തി കൂടെ ചെന്ന് താമസിപ്പിക്കണം. അത് നടന്നത് തന്നെ. നമുക്ക് അവളോടൊന്ന് സംസാരിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയുടെ മുറിയിലേക്ക് സഹോദരന്മാർ 2 പേരും ചെല്ലണ്. അപ്പോൾ പറയുന്നത്, അലീന അവിടെ നിന്ന് പോയാൽ പിന്നെ നിൻ്റെ കുടുംബം ഭിന്നമാവും.
ഞങ്ങൾക്കോ നിനക്കോ പോലും പിടിച്ചാൽ കിട്ടൂല. അത് വേണമെന്ന് ചോദിക്കും. അതിനേക്കാൾ നല്ലതല്ലേ നീ അവളെ അഡ്ജസ്റ്റ് ചെയ്ത് അവൾ എവിടെയെങ്കിലും ഒരു മുറിയിൽ ഒതുങ്ങി ജീവിച്ചോളും, നീ അവളെ കൂട്ടത്തിൽ പോയി താമസിക്കുമെന്ന് പറയും. വൈജയന്തിക്ക് ഒരു വാക്കുള്ളൂ, മരിച്ചാലും ശരി അവളും ഞാനും കൂടെ കടപ്പാട്ടൂരുണ്ടാവില്ല, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറയും. അപ്പം ഗംഗേട്ടങ്ങൾ ദേഷ്യം വരുന്നു, കൈ ചുറ്റി ഒന്ന് കൊടുക്കാനോട് പോകണ്. നിൻ്റെ അഹങ്കാരം തീർക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ, അവളെയും ബാലചന്ദ്രനും ഞാനും കൂടി ആ വീട്ടിലുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, ഇതിലൊരു മാറ്റവും ഇല്ല. വൈജയന്തി മരിച്ചാലും ശരി തന്നെ. വൈജയന്തിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എൻ്റെ ആങ്ങളമാർ അതിന് വേണ്ടി മഞ്ഞ് കൊള്ളേം വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ. അപ്പം ശിവനായാലും ഗംഗേട്ടനായാലും സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് കാണിക്കുന്നത്. കൈ ഉയർത്തി ഒന്ന് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിൻ്റെ ഈ അഹങ്കാരത്തിനെ നീ അനുഭവിക്കും, നീ നാളെ നിൻ്റെ ജീവിതം നശിപ്പിച്ചു, നീ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നീ നാളെ കണ്ണീരൊഴുക്കുന്നത് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന ഗംഗേട്ടനെ ശിവേട്ടനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.